നമസ്കാരം. നോ എഡിറ്റിലേക്ക് സ്വാഗതം. BJP എന്ന് പറയുന്നത് സംഘപരിവാർ സംഘടനയല്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ബജ്രംഗ് ദളും ABVPയും BMS ഒക്കെയാണ് RSS സംഘടനകൾ. BMSന് നേതൃത്വം കൊടുക്കുന്നത് RSS നേതാക്കളാണ്. ഇത് എന്റെ വാക്കുകളല്ല. കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നുള്ള UDF MP ആയ NK പ്രേമചന്ദ്രന്റെ വാക്കുകളാണിത്. നന്നായി പുസ്തകങ്ങൾ വായിക്കുകയും നല്ല ചരിത്രബോധവും ഒക്കെ ഉള്ള NK പ്രേമചന്ദ്രന് എന്തുകൊണ്ടാകാം ഇങ്ങനെ ഒരു ഉൾവിളി ഉണ്ടായത്? വളരെ ലളിതമായ ചില കാര്യങ്ങൾ ശ്രീ NK പ്രേമചന്ദ്രനെ ഓർമ്മിപ്പിക്കാം. BJP എന്ന് പറയുന്ന സംഘടനയുടെ യൂണിറ്റ് തലം മുതൽ കേന്ദ്ര തലം വരെയുള്ള സംഘടനാ ഭാരവാഹിത്വത്തിൽ പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറിമാർ എന്നിങ്ങനെ സ്ഥാനങ്ങൾ വരുമ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട ഭാരവാഹിത്വമുണ്ട്. ആ ഭാരവാഹിത്വത്തെ പറയുന്നത് സംഘടനാ ജനറൽ സെക്രട്ടറി എന്നാണ്. ഈ സംഘടനാ ജനറൽ സെക്രട്ടറിമാരായി വരുന്നത് ആരാണെന്ന് ശ്രീ NK പ്രേമചന്ദ്രൻ താങ്കൾക്കറിയാമോ? RSS നേതാക്കളാണ് പ്രധാനമായും ആ പദവി അലങ്കരിക്കുക. ഇത്തരമൊരു പദവി പോലും BJPയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് RSS നിയന്ത്രണം ഉറപ്പാക്കാൻ വേണ്ടിയാണ്. പിന്നെ കേന്ദ്ര സംഘടനാ ജനറൽ സെക്രട്ടറി ആയ ഒരാളെ താങ്കൾക്ക് ഇപ്പോൾ നല്ല പരിചയം കാണും. അയാളുടെ പേരാണ് നരേന്ദ്ര ദാമോദർ ദാസ് മോദി. പിന്നെ BJP പിന്തുടരുന്ന പ്രത്യയശാസ്ത്രം RSSന്റേതാണ് എന്നും താങ്കൾ മനഃപൂർവ്വം മറന്നു പോയതാകാം. കേവലം സാങ്കേതികത്വം വെച്ച് BJPയെ വെള്ളപൂശാനുള്ള ശ്രമം ചിലപ്പോൾ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ താങ്കൾക്ക് കൊല്ലത്ത് നിന്ന് 4 RSS വോട്ടുകൾ കൂടുതൽ കിട്ടാൻ വേണ്ടിയാകാം. പക്ഷേ അപകടകരമായ തെറ്റിദ്ധരിപ്പിക്കലുകൾ, RSSന്റെ കാവി മണ്ണിൽ ചവിട്ടി നിന്നവരാണ് BJPയുടെ നേതൃത്വത്തിലെ ഒട്ടുമുക്കാലും എന്നതും ശ്രീ NK പ്രേമചന്ദ്രൻ ശ്രദ്ധിക്കാതെ വിട്ടുകളഞ്ഞതാകാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിരുന്ന് സൽക്കാരത്തിൽ പോകാനും വിളിച്ചാൽ ഇനിയും പോകുമെന്ന് ഒരു സങ്കോചവുമില്ലാതെ NK പ്രേമചന്ദ്രന് പറയാൻ കഴിയുന്നതും അവസരവാദ രാഷ്ട്രീയത്തിന്റെ സാധ്യതകൾ മനോഹരമായി ഉപയോഗിക്കാൻ അറിയുന്നത് കൊണ്ടാണ്. ഇന്ത്യ മുന്നണിയിൽ നിന്ന് ഒരു MPയെ മാത്രം തെരഞ്ഞെടുത്ത് വിരുന്നിന് ക്ഷണിക്കുന്ന നരേന്ദ്രമോദിയുടെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയിൽ അഭിമാനിക്കുകയാണ് NK പ്രേമചന്ദ്രൻ. ഹിന്ദുത്വ രാഷ്ട്രം വാർത്തെടുക്കാൻ കൊട്ടേഷൻ എടുത്തവർക്കൊപ്പം പോയി ഊണ് കഴിച്ച് ഏമ്പക്കം വിട്ട് അഭിമാനം കൊള്ളുന്ന NK പ്രേമചന്ദ്രന്മാരിലാണോ ഇന്നത്തെ ഇന്ത്യയിലെ മതനിരപേക്ഷ മനുഷ്യർ വിശ്വാസം അർപ്പിക്കേണ്ടത്? നവകേരള സദസ് നടക്കുന്ന സമയത്ത് പ്രഭാത ഭക്ഷണ ചർച്ചകളിലേക്ക് കോൺഗ്രസ് ലീഗ് നേതാക്കളെ സർക്കാർ ക്ഷണിച്ചപ്പോൾ ആ പരിപാടിയിൽ പങ്കെടുത്താൽ നടപടി ഉണ്ടാകുമെന്ന് ഭീഷണിപ്പെടുത്തി കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം. പിണറായിയുടെ ചായ കുടിക്കുന്നവർ കോൺഗ്രസിൽ വേണ്ട, പിണറായിയുടെ ചായ കുടിച്ചിട്ടേ കോൺഗ്രസ് ഉണ്ടാവൂ ഈ നാട്ടിലെങ്കിൽ ഇവിടെ വേണ്ട എന്ന് വരെ പറഞ്ഞു K മുരളീധരൻ MP. പിണറായിയുടെ ചായ കുടിക്കാൻ വിലക്കേർപ്പെടുത്തിയവർ ദില്ലിയിൽ മോദിയുടെ താലി മീൽസ് ആസ്വദിച്ച് കഴിക്കുകയും കഴിച്ച ആളെ മത്സരിച്ച് അഭിനന്ദിക്കുകയുമാണ്. ഇന്ത്യ മുന്നണി എന്ന സംവിധാനത്തിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ നടത്തുന്ന BJP ശ്രമങ്ങളെ മനസ്സിലാക്കാതിരിക്കാൻ മാത്രം നിഷ്കളങ്കരാണ് കോൺഗ്രസ് UDF നേതാക്കളെന്ന് വിശ്വസിക്കാൻ തരമില്ല.